ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ മറ്റൊരു ഡേ ഇൻ മൈ ലൈഫ്, അതായത് ഇത് ഒരു ദിവസമല്ല 2 ദിവസമായിപ്പോയി. കാരണം ഫസ്റ്റ് ഡേ എനിക്കധികം പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഷൂട്ട് ചെയ്യാൻ. സോ ഞാൻ 2 ദിവസത്തെ വീഡിയോ ഒന്നിച്ചിട്ടേക്കാണ്. ഇത് ഞാൻ നൈറ്റ് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോവുക. സോ എനിക്ക് ഫ്രണ്ട്സ് ലിഫ്റ്റ് തന്നു. പിന്നെ ഈ വണ്ടി ഓടിക്കുന്ന ആൾക്ക് ട്വിൻസ് ആട്ടോ. അപ്പോൾ ബാക്ക് സീറ്റ് പിള്ളേരുടെ ചൈൽഡ് സീറ്റൊക്കെ ഇരിപ്പുണ്ട്. സോ അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഞാനും ഇരിപ്പുണ്ട്. അങ്ങനെ കുഴപ്പമില്ലായിരുന്നു, നല്ലൊരു ഷിഫ്റ്റൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോവുക. ഇന്നും ഒരു മഴ മൂടലായിട്ടുള്ളൊരു ക്ലൈമറ്റൊക്കെയാണെന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, ഇതുവരെ മഴ പെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. സോ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും എന്തേ മഴ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നല്ല മഴ. യൂണിഫോമൊക്കെ നനയുന്നു, കുട എടുത്തില്ല. ഇന്നലത്തെ ചൂട് കണ്ടപ്പം ഇന്നും 29 ഡിഗ്രി സംതിങ് ആണ് ഇവിടെ കാണിച്ചത്. സോ നല്ല വെയിലാണെന്നാണ് ഓർത്തത്. അതും 8 മണിക്ക് അങ്ങനെ എന്തോ. കുടയൊന്നും എടുത്തില്ല, സമ്മറല്ലേ. ബട്ട് ഇന്ന് നല്ല മഴയാണെന്നാണ് തോന്നുന്നത്. ഞാൻ എന്താ ഇത്ര സന്തോഷത്തോടു കൂടി ഷിഫ്റ്റ് കഴിഞ്ഞ് പോകുന്നതെന്ന് വെച്ചാൽ എക്സ്ട്രാ ഷിഫ്റ്റ് എടുത്ത. സോ ഇനി എനിക്ക് വെള്ളിയാഴ്ചയുള്ളൂ, 3-4 ദിവസം ഓഫാണ്. അതെൻ്റെ സന്തോഷമാണ്. ഒരു ദിവസം മാത്രം ഉള്ളെങ്കിൽ നമുക്ക് പോകാനൊരു ഉത്സാഹമൊക്കെ ഉണ്ടല്ലോ. ലാസ്റ്റ് വീക്ക് അവരെനിക്ക് 2 ആഴ്ചത്തെ ഒന്നിച്ചിട്ടു. 6 നൈറ്റ് ഞാൻ ഒന്നിച്ച് പോയി. സോ ഞാൻ എന്താ വീടെത്തി. ഇനി പല്ല് തേച്ച് കുളിച്ച് ഫുഡ് കഴിക്കണം. സോ ഞാൻ ചോറ് വെച്ചു. ഇനി ഞാൻ നേരെ പോയി പല്ല് തേച്ച് ഫ്രഷ് ആവാൻ പോവാം. കുളിയൊക്കെ കഴിഞ്ഞു. ഇപ്പം ഞാൻ ഈ സെറാവയുടെ മോയ്സ്ചറൈസിങ് ക്രീം ആട്ടോ യൂസ് ചെയ്യുന്നത്. നല്ലതാ, കുഴപ്പമൊന്നുമില്ല. കുറച്ച് നമ്മുടെ സ്കിന്നൊക്കെ സോഫ്റ്റ് ആവുന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും മോയ്സ്ചറൈസറോ എന്തെങ്കിലും ബോഡി ലോഷനോ എന്തെങ്കിലും തൂക്കും. ഇനി ഫുഡ് കഴിക്കണം. ചോറ് വന്നപ്പോഴേ വെച്ചായിരുന്നു. പിന്നെ കറിയൊന്നും വെച്ചില്ല, ഇന്നലത്തേക്ക് ഇരിപ്പുണ്ടായിരുന്നു. സോ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ഓർത്തു. പിന്നെ ഞാൻ കുറച്ച് കഞ്ഞിയായിട്ട് തന്നെ അങ്ങ് എടുത്തു. അപ്പോൾ ഒരു സുഖമുണ്ട്. പിന്നെ അതാ കുറച്ച് നേരം TV ഒക്കെ കണ്ട് ഫുഡ് കഴിച്ചു. ഇത് ഞാൻ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞിട്ട് വൈകുന്നേരം കഴിച്ചതാട്ടോ. പൊറോട്ട ചൂടാക്കി. പിന്നെ ഞാനൊരു പെട്ടെന്നൊരു ബീഫ് കറി വെച്ചു, കുക്കർ ബീഫ് കറി. അതൊക്കെ അടിപൊളിയായിരുന്നു. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് നെക്സ്റ്റ് ഡേ ആണ്. കാരണം ഇത്രയും എനിക്ക് പ്രത്യേകിച്ചൊന്നും കണ്ടൻറ് ഉള്ളതായിട്ട് തോന്നിയില്ല. സോ ഞാൻ 2 ദിവസത്തെ വീഡിയോ ഒന്നിച്ചിടാമെന്ന് ഓർത്തു. അങ്ങനെ നെക്സ്റ്റ് ഡേ ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നായിരുന്നു. സോ ഞങ്ങൾ ഒരു സ്ഥലത്ത് ജോലി നോക്കി പോവുക. ജോബ് ഹണ്ടിങ് അമ്മ തുണി നനയ്ക്കത്തില്ലേ രാത്രി 10 മണി ഉച്ചയ്ക്കൊക്കെ. ഏത് സ്ഥലമാണെന്തോ വഴിയാണ് കേട്ടോ. പിന്നെ സ്റ്റെപ്പ് ഇത് മാറിപ്പോയില്ല, സ്റ്റെപ്പ് മാറി. അല്ല, നമ്മുടെ കൂടെയും PSWയിലൊക്കെ നിൽക്കുന്ന പിള്ളേരുണ്ട് കേട്ടോ. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ആളെ എടുക്കുന്നുണ്ടെന്നൊക്കെ അറിയുമ്പോഴത്തേക്കും നമ്മൾ പോയി നോക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ജോബ് ഹണ്ടിങ്ങിന്റെ പാർട്ട് 2 നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളൊരു ഫ്രണ്ടിന് ഒരു കെയർ ഹോം തപ്പി ഇറങ്ങിയതാവും. കൂടെ ഞങ്ങളും അങ്ങനെ ചുമ്മാ ഇറങ്ങിയല്ലേ. കിട്ടിയാലും കിട്ടി, ഇല്ലെങ്കിൽ ചട്ടി യാത്ര ഒഴിവാക്കാം. അതെ, അടുത്ത വല്ലതും കിട്ടുമോ നോക്കുക. ഈ ക്ലൈമറ്റ് ഇഷ്ടമാണോ? ചെറിയൊരു ചാറ്റൽ മഴ, തണുപ്പ്, ചൂടില്ല, വെയിലില്ല, നല്ലൊരു കാറ്റില്ല, വലിയ തണുപ്പില്ല. ഞാനൊരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ പകുതി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഫുൾ ഉറക്കമായിരുന്നു. പിന്നെ എനിക്കൊന്നും കാണിക്കാനില്ല. അല്ല, അപ്പോൾ ഞാൻ രണ്ടോടെ മിക്സ് ചെയ്തിടാം. അങ്ങനെ 1-2 കയറുമ്പോഴൊക്കെ പോയി. ഞങ്ങളിതാ ബസ് നോക്കി നിൽക്കുക കേട്ടോ, ബസ് സ്റ്റോപ്പിൽ.
രണ്ടാമത്തെ സ്ഥലത്ത് അവർ പറഞ്ഞു ഇൻഡീഡ് വഴി അപ്ലൈ ചെയ്യുന്നൊക്കെ പറഞ്ഞു. സോ അങ്ങനെ ഇവിടെ ഇപ്പം എനിക്ക് തോന്നുന്നില്ല, കാരണം അവർ ഏറെക്കുറെ ആളെ എടുത്ത രീതിയിലാണ് സംസാരിച്ചത്. ഇനി അവിടെ വേക്കൻസി ഉള്ളതായിട്ട് അവരൊന്നും പറഞ്ഞില്ല. ഞങ്ങളിതാ തിരിച്ചു പോവുക, ബസ് കിട്ടി. കുറച്ച് നാൾ കൂടിയിട്ടാണ് ഞങ്ങളിങ്ങനെ ഒന്നിച്ചിപ്പം യാത്രയൊക്കെ ചെയ്യുന്നത്. സോ ഞങ്ങളിങ്ങനെ ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞ് നേരെ സിറ്റി സെൻറ്റർ അവിടെ എത്തിയിട്ട് ഞാൻ ATM നിന്ന് ക്യാഷ് എടുത്തു. കാരണം എനിക്ക് ത്രെഡ് ചെയ്യണമായിരുന്നു, അവിടെ കാർഡ് അക്സെപ്റ്റ് ചെയ്യൂല. അങ്ങനെ ത്രെഡിങ് ചെയ്തപ്പോൾ അവർ പറഞ്ഞ് വീഡിയോ എടുക്കാൻ പാടില്ലെന്ന്. സോ നമ്മൾ പിന്നെ ഇറങ്ങി. ഒരു മാസത്തിന് മുകളിലായിരുന്നു ഞാൻ ത്രെഡൊക്കെ ചെയ്തിട്ട്. അപ്പോഴാണ് അവിടെ നമ്മുടെ ഫ്രോസൺ മൂവിയിലെ ക്യാരക്ടേഴ്സൊക്കെ നിൽക്കുന്നത് കണ്ട്. അടിപൊളിയായിരുന്നു. ക്രിസ്മസ് എന്തോ പരിപാടിയുടെ പ്രൊമോഷൻ പോലെ തോന്നി. അവരായിട്ട് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കാമെന്ന് ഓർത്തു. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ കഴിച്ചുള്ളൂ. സോ ജസ്റ്റ് ഒരു മീൽ ഡീൽ പോലത്തെ ഒരു സംഭവം മേടിച്ചു. ഫ്രൈഡ് റൈസ്, സ്വീറ്റ് ആൻഡ് സോർ ചിക്കനും എന്തോ റോളൊക്കെ ആയിട്ട് നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ല. നമ്മൾ രണ്ടുപേരോട് ഷെയർ ചെയ്ത് കഴിച്ചു. എല്ലാവരും ടേസ്റ്റൊക്കെ നോക്കി, കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു, വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. നല്ല ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ വിതിൻ സെക്കൻഡ്സ് നമ്മൾ ഫുഡ് ഫിനിഷ് ചെയ്തു. ഇനിയിപ്പം അവർ പോകാൻ വേണ്ടി പോവുക. സോ നമ്മളിതാ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇതാ അവർ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ട്രെയിൻ വന്നു കേട്ടോ. ഇതാ അവർ പോവുക. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന കെയർ ഹോമിലും ഫസ്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയത് ഞങ്ങളെല്ലാം ഒന്നിച്ചായിരുന്നു. ആദ്യം ഞാൻ പോയി, പിന്നെ അപ്പോഴും ഇവരെൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവരും അറ്റൻഡ് ചെയ്തു. അങ്ങനെ നമുക്ക് ഇപ്പം ഓൾറെഡി നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് കിട്ടിയത്. സോ അവരെ യാത്രയൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് നടക്കുക. നല്ല കാറ്റായിരുന്നു. അങ്ങനെ വീട്ടിലോട്ട് നടക്കുക കേട്ടോ. ഇന്നൊരു ഫുൾ മഴ ഡേ കേട്ടോ. മഴ മൂടില്ല, പക്ഷേ ഭയങ്കരമായിട്ട് പെയ്യുന്നൊന്നുമില്ല. ബട്ട് സ്റ്റിൽ മഴ ചാറുന്നുണ്ട്. പിന്നെ അത്രയ്ക്ക് ചൂടുമില്ല. സോ നല്ലൊരു ക്ലൈമറ്റ്, നടക്കാൻ സുഖം. പിന്നെ കാറ്റുണ്ട്, ഇപ്പം ഇച്ചിരി കാറ്റ് അധികമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ 2-3 കെയർ ഹോമിൽ പോയി. നമ്മുടെ കൂടെ PSW എടുത്ത് നിൽക്കുന്ന പിള്ളേർക്ക് വിസ കിട്ടുമെന്നൊക്കെ നോക്കാൻ വേണ്ടി പോയതാണ്. 2-3 അടുത്ത് ആളെ എടുക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ കേട്ടു. പക്ഷേ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇനിയിപ്പോൾ അവിടെ ആളെ വേണ്ടെന്ന് തോന്നി. കാരണം അത്യാവശ്യം ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ ഒരു രീതിയിലാണ് അവർ സംസാരിച്ചത്. എന്നാലും വെറുതെ ആപ്ലിക്കേഷൻ ഫോമൊക്കെ എല്ലാവരും കൊടുത്ത കൂട്ടത്തിൽ ഞങ്ങളും വെറുതെ കൊടുത്തു. നല്ല ഹോമാണെങ്കിൽ ഓക്കെ അല്ലേ, നമുക്കും കുറച്ചുകൂടെയൊക്കെ ഒരു ഗ്രോത്ത് ഉണ്ടാകും, കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ആവും. സോ വെറുതെ ആപ്ലിക്കേഷൻ ഫോമൊക്കെ കൊടുത്തിട്ടുണ്ട്. മാനേജറിനോട് സംസാരിച്ചിട്ട് വിളിക്കാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. തോന്നുന്നില്ല വിളിക്കുമെന്ന്. പിന്നെ ഈ ഗ്രൂപ്പുകളിലൊക്കെ ജോബ് വേക്കൻസി വരുമ്പോഴത്തേക്കും എല്ലാവരും അപ്ലൈ ചെയ്യുക. കാരണം ഡയറക്റ്റ് പോകുന്നതായിരിക്കും കുറേ കൂടി നല്ലത്. ഡയറക്റ്റ് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് വെച്ച് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാമല്ലോ. അങ്ങനെ പിന്നെ ഒരു ഹോമിൽ പറഞ്ഞു ഇൻഡീഡ് ത്രൂ ആണ് എല്ലാ കാര്യങ്ങളും എന്നുള്ളത്. അപ്പോൾ ഇൻഡീഡ് വഴി അപ്ലൈ ചെയ്യുക. അവിടെ പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ ഫോമോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. സോ അങ്ങനെയൊക്കെ. പിന്നെ എന്താ വിശേഷം? പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങളിങ്ങനെ ജോബ് വേക്കൻസിയുടെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. കെവിൻ റിസൈൻ ചെയ്ത സ്ഥലത്തെ, പിന്നെ ഏതാ ഞാൻ പറഞ്ഞു ഹൗസ് കീപ്പിംഗ് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ പറയാൻ പറഞ്ഞിരുന്നു. ഇൻസ്റ്റയിലൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യാൻ പറഞ്ഞു. പക്ഷേ അങ്ങനെ റിപ്ലൈ ഒന്നും കണ്ടില്ല. പിന്നെ കമൻസിലൂടെ കുറച്ച് പേര് എന്തോ ജോബിൻ്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് പറയാമായിരുന്നു. ഇൻസ്റ്റയിലൊക്കെ കോണ്ടാക്ട് നമ്പറോ എന്തെങ്കിലുമൊക്കെ തരാമായിരുന്നു. ഹൗസ് കീപ്പിങ്ങിൻ്റെ അവിടെ ഇപ്പം ആളെ എടുത്തെന്നാണ് തോന്നുന്നത്. എനിക്കറിയത്തില്ല, അത് കുറച്ച് നാൾ അവർ ഇട്ടിട്ടുണ്ടായിരുന്നത് ജോബ് അവൈലബിൾ എന്നും പറഞ്ഞുകൊണ്ട്. സോ പിന്നെന്താ, അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ.
കെവിൻ അവിടെ പോയി സെറ്റായി ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. പറ്റുവാണെങ്കിൽ നമ്മളെങ്ങനെയും ഒരു വീഡിയോ ഒന്നിച്ചിടുന്നതായിരിക്കും. മീറ്റ് ചെയ്ത് ഒന്നിച്ച് ഡയറക്റ്റായിട്ട് കണ്ട് ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ നമ്മളെന്തെങ്കിലും നോക്കാം. പിന്നെ അടുത്ത ഈ സെപ്റ്റംബർ ഇൻടേക്ക് വരുന്ന കുറച്ച് പിള്ളേരെ അക്കോമഡേഷൻ്റെ കാര്യമൊക്കെ നോക്കുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ തന്നെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്റ്റുഡൻറ്റ് അക്കോമഡേഷനൊക്കെ. പിന്നെ അല്ലെങ്കിൽ തന്നെ ഇവിടെ എന്തോരം ഉണ്ട്. ടൂറോ ആണെങ്കിലും ക്യാമ്പിലാണെങ്കിലും അങ്ങനെ എന്തോരം ഉണ്ട്. അതൊന്നും വലിയ പാടില്ല. അക്കോമഡേഷൻ്റെ കാര്യമൊന്നും ഇപ്പം വലിയ അത്രയ്ക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമല്ല. കണ്ടോ, ഇപ്പം മഴ മാറി. ഇപ്പോഴത്തെ ചെറിയ വെയിലൊക്കെ. ഇവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് ഒട്ടും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവരും പറയുന്നൊരു കാര്യം. ഇവിടുത്തെ ആളുകൾ തന്നെ അത് പറഞ്ഞ് ശരിക്കും കേൾക്കാം. കാൺ പ്രഡിക്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ക്ലൈമറ്റ് ഒരു 2 സെക്കൻഡ് മഴ, അത് കഴിഞ്ഞ് വെയിൽ. ബട്ട് സ്റ്റിൽ കാർമേഘമുണ്ട്, മഴ പെയ്യും. ഇന്നൊരു ഫുൾ ക്ലൗഡി ഒരു വെതറാണ് ഇന്ന്. പിന്നെ ഇവിടുത്തെ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ അതൊക്കെ ഇപ്പോൾ ഒതുങ്ങി കേട്ടോ. ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. സിറ്റി സെൻറ്ററിലൊക്കെ അത്യാവശ്യം പ്രശ്നമായിരുന്നു തോന്നുന്നു. ഒരു ദിവസം ഞാൻ സിറ്റി സെൻറ്ററിൽ കൂടെ നടന്നപ്പം പ്രൊട്ടസ്റ്റേഴ്സ് അല്ല, മറ്റേ ആൾക്കാർ, അതിന് എഗെയിൻസ്റ്റുള്ള ആൾക്കാരുടെ എന്തോ ഒരു മീറ്റിംഗ് എന്തോ സംഭവം കണ്ടായിരുന്നു. ഞാൻ അവിടെ പോകുന്നുമില്ല. അവിടെ കുറച്ച് പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം സീനൊന്നുമില്ല, എല്ലാം കാമാണ് ഇവിടെ. ബാക്കി സ്ഥലങ്ങളിലും അങ്ങനെയൊക്കെയാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇപ്പം അപ്ഡേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വീഡിയോസ് വരേണ്ടതല്ലായിരുന്നു. അത് അവിടെ കൊണ്ട് അങ്ങ് തീർന്നെന്നാണ് തോന്നുന്നത്. എന്നാലും എല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഒറ്റയ്ക്കൊക്കെ പോകുമ്പോഴും പിന്നെ രാത്രിയിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ജോബൊക്കെ കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ഒന്ന് കെയർഫുള്ളായിട്ടിരിക്കുന്നത് എപ്പോഴും ബെറ്ററായിരിക്കും. അതിപ്പോൾ പ്രൊട്ടസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാവരും ഒന്ന് കെയർഫുള്ളായിട്ടിരിക്കുക. കാരണം ഇടവഴി കൂടെയൊക്കെ ഒറ്റയ്ക്ക് നടക്കുന്നതൊക്കെ അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസൊക്കെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുമല്ലോ. എല്ലാം ഇപ്പം ഭയങ്കര ടൗണോ അല്ലെങ്കിൽ ഫുൾ സൺലൈറ്റ് ഉള്ള സമയത്തൊന്നും ആയിരിക്കുമല്ലോ നമ്മൾ ജോബിന് പോകുന്നതും വരുന്നതും ഒക്കെ. സോ എപ്പോഴും ഒന്ന് കെയർഫുള്ളായിട്ടിരിക്കുക. പിന്നെ ഈ കെയർ ഹോമിൽ ആളെ സ്റ്റിൽ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ 2 ദിവസം അങ്ങനെയൊക്കെ പോയി. ഫസ്റ്റ് ഡേ ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് വന്ന ജസ്റ്റ് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിരുന്നു. നെക്സ്റ്റ് ഡേ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ജോബിന് വേണ്ടിയിട്ടൊക്കെ പോയി. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ 2 ദിവസം. ഇത്രയൊക്കെ ഉള്ളൂ. ബൈ.